കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച കൊഴുക്കുകയാണ്. വീണ്ടും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തിരികൊളുത്തി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. നിലപാടുകളിൽ സ്ഥിരതയുള്ളയാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് തന്റെ അഭിപ്രായമെന്ന് അജയ് തറയിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തന്റെ സ്വപ്നത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് തുടങ്ങുന്ന കുറിപ്പ് അജയ് തറയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എല്ലാവരും ചോദിക്കുന്നു, ഈ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നിൽ എന്തെങ്കിലും സൂചനകളോ ക്ലൂവോ ഉണ്ടോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഒരു സൂചനയും ഒരു ക്ലൂവുമില്ല. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ, UDF ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് MLA-മാരാണ്. അത് AICC നിരീക്ഷകർ വന്ന് MLA-മാരുടെ മനസ്സറിഞ്ഞ് ചോദിച്ച് അവർ തീരുമാനമെടുക്കും. അവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ കാണുന്ന കോലാഹലങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പങ്കുവച്ചത് എൻ്റെ ഒരു സ്വപ്നമാണ്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആധുനിക കേരളത്തിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ജീവികളായി സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വന്ന് ജീവിക്കുന്ന കുറേ ആളുകൾ ഒരു ഭാഗത്ത്, ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി തല്ലുകൊണ്ട് ജയിൽവാസം അനുഭവിച്ച് ലാത്തിച്ചാർജിനിരയായി ജയിലിൽ കേസിൽ പ്രതിയായി ജലബീരങ്കിയുടെ വെള്ളം വീണ് എത്രയോ പെൺകുട്ടികളടക്കം എത്രയോ പാവപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കാതെ, അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മാത്രം പിറകെ പോകുന്ന സംവിധാനം ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ പോരാട്ടങ്ങളിലൂടെ വന്ന യുവജന വിദ്യാർത്ഥി സമരപഥങ്ങളിലൂടെ വന്ന ഒരു നേതാവായിരിക്കണം മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് എന്നെപ്പോലെ ഉള്ള ഒരാൾ ആഗ്രഹിക്കാം. ഞാൻ 17-ാമത്തെ വയസ്സിൽ തുടങ്ങി തല്ലുകൊള്ളാൻ തുടങ്ങിയതാണ്. കുന്നുകര സ്കൂളിൽ വെച്ച് CPM-കാരുടെ തല്ലുകൊണ്ട് പോലീസിൻ്റെ ലാത്തിചാർജ്, കൊടുങ്ങല്ലൂർ പാർട്ടി ഓഫീസിനകത്ത് കിടന്ന് പോലീസിൻ്റെ ലാത്തിചാർജ് കൊണ്ടു. നിരവധി തവണ ലാത്തിചാർജിൻ്റെ ഇരയായി, പോലീസ് മർദ്ദനത്തിനിരയായി ഒക്കെ വന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ഒന്നുമില്ലായ്മ നിന്നു. ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ മേനക പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ കിടന്ന് തല്ലുകൊണ്ട നിരവധി കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരു കേസുകാരാണ് ഞാൻ. അങ്ങനെയൊക്കെ വന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ കഴിയൂ. ആ സ്വപ്നം യഥാർത്ഥമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന ഈ 3 പേരും അങ്ങനെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വന്നവർ തന്നെയല്ലേ? എല്ലാവരും അതിൻ്റെ ആയിരിക്കാം. ഞാൻ പറഞ്ഞതാണ്, ആരുടെയൊക്കെ പേരാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ ഏത് ആ വ്യക്തിക്ക് മുഖ്യമന്ത്രിയാകാമല്ലോ. കുറേ ആളുകൾ പറയുന്നു സുധാകരൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. ഷാഫി പറമ്പിലാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അതൊക്കെ തീരുമാനിക്കേണ്ടത് വേറെ ആളുകളാണ്. അത് തീരുമാനിക്കാനുള്ള അർഹതയോ അവകാശമോ ഉള്ള ഒരാളല്ല ഞാൻ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ആര് മുഖ്യമന്ത്രിയായാലും പ്രശ്നമില്ല, അത് തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ്. തൻ്റെ സ്വപ്നം മാത്രമാണ് പങ്കുവെച്ചത്. അതൊരു അനാവശ്യ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നതാണ് അജയ് തറയിൽ പറഞ്ഞു വെക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം സ്നേഹമോൾ നൈനാർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അജയ് തറയിലിൻ്റെ സ്വപ്നത്തിൽ ഏത് മുഖ്യമന്ത്രി എന്നറിയില്ല. എന്തായാലും VD, KC, RC ഈ 3 പേരും വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ വന്നവരും സമര പാരമ്പര്യം ഉള്ളവരുമാണ്. ആരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അയോഗ്യനായിട്ട് അദ്ദേഹം കാണുന്നത് എന്നറിയില്ല. മുഖ്യമന്ത്രി ചർച്ച എന്തായാലും അരങ്ങ് തകർക്കുകയാണ്.